ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെ ഒരു മൂഡി ഇമേജ് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മളിപ്പോൾ ഒരുവിധം കണ്ടുവരുന്ന ഇമേജസുകളെല്ലാം ഇതുപോലെയുള്ള മൂഡി എഡിറ്റഡ് ആയിരിക്കും. നമുക്കിത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമുക്കതിനായിട്ട് ഫസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇമേജ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്പോഷർ കുറച്ചെടുക്കാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു എക്സ്പോഷർ കുറച്ചെടുത്തൊരു ഇമേജാണ്. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് എടുത്ത ഇമേജ്. നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം. നമ്മളിത് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കാം. സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫുൾ ഏരിയ ഒന്ന് ഗ്രീൻ ആക്കി എടുക്കാം. നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിനെ നമുക്ക് ടൂളിൽ കയറുക, ഡബിൾ എക്സ്പോഷർ എടുക്കുക. അതിന് ശേഷം എന്താണ് ഈ ഇമേജ് ആഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു സെയിം ഇമേജിന് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജിന് എടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ഇൻവേർട്ടഡ് ആക്കിയതിന് ശേഷം അതേപോലെ ഒന്ന് ആ ഒരു ഫിറ്റാക്കി വെക്കുക. ഇനി ഈ ഒരു ടിക്കിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഐക്കണിന് അതാണ് ഒപ്പാസിറ്റി ആക്കുന്നത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഫുള്ളാക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ആ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ടിക്ക് കൊടുക്കുക. പിന്നെ മുകളിലൊരു 4 ഐക്കണുണ്ട്. അതിലിതാ ഈ ഒരു ആരോ ഐക്കൺ ഞെക്കുക. അതിന് ശേഷം നമ്മൾ വ്യൂ എഡിറ്റ്സിൽ ഞെക്കുക. വ്യൂ എഡിറ്റ്സ് കയറിയതിന് ശേഷം നമ്മളിപ്പോൾ വ്യൂ എഡിറ്റ്സ് കയറുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാവുന്നതാണ്. നമ്മളിപ്പം ചെയ്തത് ഡബിൾ എക്സ്പോഷർ കയറുക. അതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിലുള്ള ആ ഒരു ബ്രഷ് ഐക്കൺ ഞെക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു കൈയുടെ ഒരു വേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഒരു കയ്യിൽ ആ ഭാഗത്തോട്ടായിട്ടുണ്ട്. നമ്മളത് കുറച്ച് സൂമാക്കി ആ ഒരു ഏരിയ കൂടെ കുറച്ചൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഈ ഒരു സൈഡിൽ കൈയുടെ ഭാഗത്തെല്ലാം പറ്റിയിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വന്നിട്ട് ഇപ്പം ആ ഒരു സൈഡിലും കൂടെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ടിക്ക് കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉള്ളൊരു ഏരിയ നമുക്കിനി ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇത്ര ഒരു ഭാഗം മതി. അതിന് ടിക്ക് അറിയുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരു ഇമേജ് ഒരു കൈ ജസ്റ്റ് ഒരു ചെറിയൊരു കൈക്കൊരു ചരിവുണ്ട്. നമുക്കിനി അത് നമ്മൾ എന്ത് ചെയ്യണം? പെർസ്പെക്റ്റീവിൽ കയറുക. അതിന് ശേഷം ഒരു ഫസ്റ്റ് ടിൽറ്റ് റൊട്ടേറ്റ് ഉണ്ട്. അതിന് നമ്മൾ ടിൽറ്റ് എടുക്കുക. ടിൽറ്റ് എടുത്തതിന് ശേഷം ഈ കൈ ജസ്റ്റ് ഒരു ടിൽറ്റ് ചെയ്തൊന്ന് കുറച്ച് വന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ നോക്കിയായിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ ഒരു ഇമേജ് ട്യൂൺ ചെയ്ത് നമുക്ക് ആ ബ്രൈറ്റ്നെസ്സും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ് ഒരു 27 ആക്കി. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എബോ ഒരു 27-30 അതൊരു 30 ആക്കുക. സാച്ചുറേഷൻ അധികമായി നമ്മൾ ആ കൈ ഒരു ബോറാവും. സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടുക, ഒരു 15. ആംബിയൻസ് നമുക്ക് കുറയ്ക്കാം. ആംബിയൻസ് കുറയ്ക്കുന്നതിന് ബെറ്റർ. ആംബിയൻസ്
കൂടുതൽ കുറച്ച് നമ്മൾ കൈ അങ്ങ് ബോറാവും. ജസ്റ്റ് ഒന്ന് ഒരു 10 ആക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ഹൈലൈറ്റ്സ് കുറച്ചൊന്ന് കുറയ്ക്കുക. ഹൈലൈറ്റ്സ് ഒരു -60 ആക്കുക. നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇതൊരു ഡിമ്മായിട്ടിരിക്കുന്നതാണ് ബെറ്റർ. അതിനുശേഷം ഷാഡോ നമ്മൾ ജസ്റ്റ് കുറയ്ക്കുക. ഷാഡോ ജസ്റ്റ് വലുതായിട്ടൊന്നും കുറയ്ക്കണ്ട, ജസ്റ്റ് ഒരു -10 ആക്കുക. ഇനി നമ്മളിത് ഈ ബാക്കിലൊരു ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൊത്തത്തിൽ ഒരു ടച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ എന്നൊക്കെ ഒരു ഏരിയയിൽ ഒരു വൈറ്റ് പോർഷൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. സൂം ചെയ്ത് നമ്മളത് ക്ലിയർ ചെയ്ത് നമ്മൾ ഹീൽ ചെയ്തെടുക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ നോക്കുക. ഏരിയയെല്ലാം സൂം ചെയ്യുക. സുഖമായിട്ടുണ്ടോ? നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂളി കയറുക, കർവിലാണ് നമ്മൾ ഫസ്റ്റ് കർവ് എടുക്കുമ്പോൾ നമുക്ക് നോർമലുണ്ട്, പിന്നെ സോഫ്റ്റ് കോൺട്രാസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളതിൽ ഫേഡഡ് എടുത്തതിന് ശേഷം നമ്മളിത് നമുക്ക് ഈ ഫേഡഡ് എടുക്കുമ്പോൾ നമുക്ക് ഇതൊരു കർവ് ഒരു എസ് രൂപത്തിലാണ് വരുന്നത്. നമുക്കതിൽ ഏറ്റവും താഴെയുള്ള ഒരു ഐക്കൺ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഫേഡാക്കാം. ഓക്കെ, നമുക്ക് ഇത്ര ഫേഡ് മതി. നമ്മൾ മുകളിൽ ഒരു ടിക്ക് ഐക്കണിൽ കയറുക. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം നമ്മൾ നമ്മൾ വ്യൂ എഡിറ്റ്സിൽ കയറുമ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്ത എല്ലാം ഇതിലുണ്ട്. ഇനി അതിൽ കയറിയതിന് ശേഷം നമ്മൾ ആ ബ്രഷ് എടുത്തതിന് ശേഷം ഒരു കയ്യിൽ ആവശ്യമില്ലാത്തടുത്ത് വീണ ഒരു ഫെയ്ഡെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ കയറാൻ നേരത്ത് നമ്മൾ താഴെയുള്ള ഈ ഒരു ഐക്കണുണ്ട്, ഐക്കണിൽ നിൽക്കുവാണെങ്കിൽ നമുക്കത് ഇൻവേർട്ടഡ് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങനെ ആക്കാം. ഫസ്റ്റ് നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം റിവേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈയുടെ ഭാഗത്ത് നമുക്ക് വേണ്ടാത്തടുത്ത് നമുക്ക് ജസ്റ്റ് രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ഒന്ന് സൂം ചെയ്തൊന്ന് നിങ്ങളെ ഇപ്പോൾ ഒരു രസമായിട്ടുണ്ട്. നമ്മളൊരു കൈയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യമില്ല, അതൊന്നും ഫേഡിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് ചെയ്യണം, അതൊരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് കയറാം. ടൂൾസിൽ കയറിയതിന് ശേഷം ഗ്രെയിനി ഫിലിം എടുക്കുക. ഗ്രെയിനി ഫിലിം എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറേ ഉണ്ട്. ഇതിൽ ഞാൻ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് L01 and L02 ഉണ്ട്. നമുക്ക് L02 എടുക്കാം. L02 എടുത്തതിന് ശേഷം ഗ്രെയിൻ കുറച്ചൊന്നിങ്ങനെ കുറയ്ക്കുക. ഇതിന് ശേഷം സ്ട്രെങ്ത് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇമേജ് ഒരു ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഇനി സേവ് ചെയ്യാം. ഇത്ര ഈസി ആയിട്ട് നമുക്കൊരു ഇമേജ് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇമേജ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള